നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഈസ്റ്റർ സന്ദേശം എന്താണ്. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഈസ്റ്റർ സന്ദേശം എന്താണ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. ഈസ്റ്റർ സന്ദേശം. ഈ ഈസ്റ്ററിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ബ്ലെസ്സിങ് എന്താണ്. നോക്കാം ഈസ്റ്റർ സന്ദേശം എന്താണെന്ന്. 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്ങിനെ നിരസിക്കരുത് എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിലോ ചില വ്യക്തികളിലോ ചില സ്ഥാപനങ്ങളിലോ ചില പ്രത്യേക കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രപഞ്ചം നമുക്ക് നൽകുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ തന്നെ തള്ളിക്കളയുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും ദൈവം ഓപ്പർച്യൂണിറ്റി വെച്ച് നീട്ടുകയാണ്. നിങ്ങളത് നിരസിക്കരുത്. നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ബ്ലെസ്സിങ്ങിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ ചക്ര, നിങ്ങളുടെ ഹാർട്ട് ചക്ര, റൂട്ട് ചക്ര ഇതെല്ലാം ഓപ്പൺ ആകേണ്ടതായിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 7 ചക്ര മെഡിറ്റേഷൻ എന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സമാധാനപരമായിട്ടിരുന്ന് ഒരു ശക്തിയും മനസ്സിൽ വിചാരിക്കേണ്ട, നിങ്ങളൊരു പ്രകാശത്തെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ മ്യൂസിക്കിലൂടെ നിങ്ങളുടെ ചക്രാസിനെ നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങൾക്ക് പ്രപഞ്ചം മാറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ ബ്ലെസ്സിങ് കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള നല്ല കർമ്മയുടെ ഫലമാണ് പ്രപഞ്ചം നിങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ. മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്താണ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ബ്ലെസ്സിങ്. 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. വളരെ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ആ വലിയ ബ്ലെസ്സിങ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നിങ്ങളിലേക്ക് നെഗറ്റിവിറ്റീസിനെ മാറ്റിക്കൊണ്ട് നമ്മളെ ഒരു ഓപ്പൺ ആക്കി മാറ്റുക. നമ്മളിലുള്ള ബ്ലോക്കുകളെല്ലാം മാറുന്നതിന് വേണ്ടി നമ്മൾ തന്നെ ശ്രമിച്ചാൽ മതി. പുറമേ നിന്നുള്ള ഒരു വ്യക്തിയുടെ സഹായവും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം പ്രപഞ്ചം നിങ്ങളിൽ വസിക്കുന്നുണ്ട്. പ്രപഞ്ചം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഫലമായിട്ട് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ബ്ലെസ്സിങ് നൽകുന്നു. പക്ഷെ നമുക്കത് കാണാതെ പോകുന്നതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ചില പ്രത്യേക കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് മറ്റൊന്നും കാണാൻ സാധിക്കാത്തത്. അതുകൊണ്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര, തേർഡ് ഐ ചക്രയൊക്കെ നിങ്ങൾ ഓപ്പൺ ആക്കുക. നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. കുടുംബ ജീവിതത്തിന് സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കടന്നു വരുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ. മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തെ എപ്പോഴെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. കാരണം എനിക്കിത് നടക്കുമോ, എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചുമ്മാ ഓരോ കാര്യങ്ങൾക്ക് ഡൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഫർമേഷൻ സക്സസ് ആകുകയില്ല. നമ്മൾ ഡൗട്ട് ഇല്ലാതെ അതെൻ്റെ ജീവിതത്തിൽ സക്സസ് ആകും, അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം, സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ സംശയിച്ച് ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സക്സസിനെ നേടിയെടുക്കാൻ സാധിക്കില്ല. നമ്മളിൽ നിന്ന് അത് നഷ്ടമായി പോകും. അപ്പം ഈ ഒരു ഈസ്റ്റർ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് അവസ്ഥയിൽ നിന്നുമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായി മാറട്ടെ ഈ ഈസ്റ്റർ. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പായി മാറട്ടെ എന്ന് മദർ യൂണിവേഴ്സ് ആശംസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.